6ാമത്തെ പ്രോബ്ലമാണ്, ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ്. ഒരു 1.5 മീറ്റർ ഉയരമുള്ള കുട്ടി ഒരു 30 മീറ്റർ ഹൈറ്റുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ആ കുട്ടി ആ ബിൽഡിങ്ങിനടുത്തേക്ക് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ആംഗിൾ ഓഫ് എലവേഷൻ ആദ്യം 30 ഡിഗ്രി ആയിരുന്നു. കുറച്ച് മൂവ് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ എത്രമാത്രം ഡിസ്റ്റൻസ് കുട്ടി നടന്നു എന്നാണ് ചോദിക്കുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. പ്രോബ്ലം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. നമുക്കിതിൻ്റെ ഒരു ആനിമേഷൻ കാണാം. ഇവിടെ ഒരു 30 മീറ്റർ ഹൈറ്റുള്ള ഒരു ബിൽഡിങ്, ഒരു കുട്ടി ഇവിടെ നിൽക്കുകയാണ്. കുട്ടിയുടെ ഹൈറ്റ് 1.5 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് 30 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ബിൽഡിങ്ങിൻ്റെ ടോപ്പാണ് ഇവിടെ കാണുന്നത്. കുട്ടി ഇങ്ങനെ നോക്കുന്നു. ഇതാണ് ലൈൻ ഓഫ് സൈറ്റ്. ഇപ്പോൾ കാണുന്ന ആംഗിൾ ഓഫ് എലവേഷൻ 30 ഡിഗ്രിയാണ്. കുട്ടി മൂവ് ചെയ്യാണ്, കുട്ടി നടക്കുകയാണ്. കുറച്ച് ദൂരം ഇങ്ങോട്ട് നടന്നു കഴിയുമ്പോൾ ഇവിടെ നിന്നുള്ള ആംഗിൾ ഓഫ് എലവേഷൻ നോക്കുകയാണ്. അത് 60 ഡിഗ്രിയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കുട്ടി എത്ര ദൂരം നടന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, കുട്ടിയുടെ ഹൈറ്റ് തന്നിട്ടുണ്ട്, 2 പോയിന്റിൽ നിന്നുള്ള ആംഗിൾ ഓഫ് എലവേഷൻ തന്നിട്ടുണ്ട്. ഈ 2 പോയിന്റിൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മളിതുപോലെ കളർഫുള്ളായിട്ട് വരക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബിൽഡിങ് AB ആണ്. ബിൽഡിങ് വെറുതെ ഒരു ലൈൻ കൊണ്ട് AB റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നു CD ആണ് കുട്ടി. അത് 1.5 മീറ്റർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുട്ടി ഇങ്ങോട്ട് മൂവ് ചെയ്തു. ബാക്കി കാര്യങ്ങളെല്ലാം ചിത്രത്തിലുണ്ട്. ഇനി നമുക്കിവിടെ അറിയാവുന്ന ഇത് 1.5 മീറ്റർ ആണ് ഉള്ളത്. ഇത് 1.5 മീറ്റർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതും 1.5 മീറ്റർ ഉണ്ടാവും. കുട്ടി തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുമെല്ലാം പാരലൽ ആയിരിക്കും. അപ്പോൾ ഇത് സെയിം ഹൈറ്റ് ആയിരിക്കും, 1.5 മീറ്റർ ആയിരിക്കും. അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് മനസ്സിലാവും കണ്ടുപിടിക്കേണ്ടത് ഈസി ആണെങ്കിലും ഈസി എന്ന് പറയുന്നത് തന്നെയാണ് FD. അപ്പം ഇത് കണ്ടുപിടിച്ചാൽ ഇതായി. ഓക്കെ, നമ്മൾ ഇവിടെ 2 ട്രയാങ്കിൾ വരുന്നുണ്ട്, റൈറ്റ് ട്രയാങ്കിൾ. ഒന്ന് BGD എന്ന് പറയുന്ന ഈ വലിയ റൈറ്റ് ട്രയാങ്കിൾ. ഓക്കെ, പിന്നെ ഒരു ചെറിയ റൈറ്റ് ട്രയാങ്കിൾ വരുന്നുണ്ട്, BGF എന്ന് വിളിക്കുന്ന ഈ ട്രയാങ്കിൾ. ഈ 2 ട്രയാങ്കിൾ ഉപയോഗിച്ച് നമുക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കാം. അതിനു മുമ്പായി ഇത് 30 മീറ്റർ ഉണ്ട്. അതായത് A മുതൽ B വരെ 30 മീറ്റർ ഉണ്ട്. A മുതൽ G വരെ 1.5 മീറ്റർ ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് ഉണ്ടാകുന്ന അളവ് എന്ന് പറഞ്ഞാൽ 28. 30യിൽ നിന്ന് 1.5 കുറക്കുമ്പോൾ 28.5 മീറ്റർ ആയിരിക്കും. അത് നമ്മൾ കൊടുത്തു. അതായത് BGയുടെ നീളം 28.5 മീറ്റർ ആണ്. ഇനി നമുക്ക് ട്രയാങ്കിൾ BGD എടുക്കാം. ഒരു റൈറ്റ് ട്രയാങ്കിളിലെ റൈറ്റ് ആംഗിൾ അല്ലാത്ത ഒരു ആംഗിൾ അറിയാം, ഒരു സൈഡും അറിയാമെങ്കിൽ നമുക്ക് മറ്റുള്ള ഏത് സൈഡ് വേണമെങ്കിലും കണ്ടുപിടിക്കാം. ആദ്യം ഞാൻ GD കണ്ടുപിടിക്കുന്നു. GD കണ്ടുപിടിക്കാനായിട്ട് ഈ ആംഗിളിൻ്റെ അഡ്ജസൻ്റ് സൈഡാണിത്. അറിയാവുന്ന സൈഡ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റാണ്. ഓപ്പോസിറ്റും അഡ്ജസൻറ്റും വരുന്ന റേഷ്യോ ടാൻ ആണ്. നമ്മളിപ്പോൾ എടുത്ത ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ BGD എന്ന് പറയുന്ന ട്രയാങ്കിളാണ്. ഞാനത് ഇങ്ങോട്ടേക്ക് വെറുതെ ഒന്ന് വരച്ചിരിക്കുന്നത്, എൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ആംഗിൾ അറിയാം 30 ഡിഗ്രിയാണ്. ഈ സൈഡിൻ്റെ നീളം അറിയാം 28.5 ആണ്. നമുക്ക് ഇവിടെ ഈ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്, GD. അത് അഡ്ജസൻ്റ് സൈഡാണ്, ഇത് ഓപ്പോസിറ്റ് സൈഡാണ്. ഓപ്പോസിറ്റും അഡ്ജസൻറ്റും വരുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ ടാനാണ്. ടാൻ 30 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡായ BG ഡിവൈഡഡ് ബൈ അഡ്ജസൻ്റ് സൈഡായ GD. ആംഗിൾ ചാർട്ട് നന്നായിട്ട് ഓർത്തിരിക്കുക. ടാൻ 30യുടെ വാല്യൂ 1/√3 ആണ്. അതിവിടെ കൊടുത്തു. BGയുടെ വാല്യൂ 28.5. GD അറിയില്ല, GD ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ GD ഇപ്പുറത്തേക്ക് വരുന്നു, 1-നടുത്തേക്ക് വരുന്നു. 1 × GD എന്ന് പറഞ്ഞാൽ GD മാത്രമാവും. ഈ √3 ഇപ്പുറത്തേക്ക് പോകുന്നു, 28.5യുടെ അടുത്തേക്ക്. ഈ √3 ഡിവൈഡ് ചെയ്ത് കിടക്കുന്ന √3 അവിടെ ചെല്ലുമ്പോൾ മൾട്ടിപ്ലൈഡ് ആവും. 28.5 × √3. ഓക്കെ,
ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ട്രയാങ്കിൾ ആണ്, BGF എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ. അത് ഞാൻ ഇങ്ങോട്ടേക്ക് വെറുതെ ഒന്ന് മാറ്റി വരച്ചിട്ടുണ്ട്. ഈ നീളം 28.5 ആണ് എന്ന് നമുക്കറിയാം. 28.5 ആണ് ഈ നീളം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് GF ആണ്. അപ്പോൾ ഈ ആംഗിള് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അറിയാം, അഡ്ജസൻ്റ് സൈഡ് കണ്ടുപിടിക്കണം. ഓപ്പോസിറ്റും അഡ്ജസൻറ്റും വരുന്ന റേഷ്യോ tan 60 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡായ BG ബൈ അഡ്ജസൻറ്റ് സൈഡായ GF. ഓക്കെ, tan 60യുടെ വാല്യൂ നമുക്കറിയാം. tan 60യുടെ വാല്യൂ √3 ആണ്. അത് കൊടുക്കുന്നു. BGയുടെ വാല്യൂ 28.5 ബൈ GF ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡിവൈഡ് ചെയ്തിരിക്കുന്ന GF ഇവിടെ വരുമ്പോൾ മുകളിലാവും, മൾട്ടിപ്ലൈഡ് ആവും. √3 ഇവിടെ നിന്ന് താഴേക്ക് ഇങ്ങോട്ട് വരും. മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്ന √3 ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡഡ് ബൈ √3 ആവും. അതായത് ഇവിടെ താഴെ കിടക്കുന്നത് ഇവിടെ മുകളിലാവും, ഇവിടെ മുകളിൽ കിടക്കുന്നത് ഇവിടെ താഴെയാവും. അപ്പം GF ഈക്വൽ ടു 28.5 ബൈ √3. അപ്പോൾ GDയുടെ വാല്യൂ കിട്ടി, GFൻ്റെ വാല്യൂ കിട്ടി. അതായത് ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ള വാല്യൂ അറിയാം, ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ള വാല്യൂ അറിയാമെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ GD മൈനസ് GF ചെയ്താൽ മാത്രം മതി. FD കണ്ടുപിടിക്കുവാനായി GD മൈനസ് GF. GDയുടെ വാല്യൂ നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട് 28.5 √3 മൈനസ് GFൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട് 28.5 ബൈ √3. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും ഒരു 28.5 ഉണ്ട്, ഇവിടെയും ഒരു 28.5 ഉണ്ട്. അത് ഒന്ന് പുറത്തേക്ക് എടുക്കുന്നു. അതിനു മുമ്പായി ഞാനിതൊന്ന് ചെറുതാക്കുകയാണ്. FD ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. FD കണ്ടുപിടിക്കാനായിട്ട് GD മൈനസ് GF നമ്മളിവിടെ നേരത്തെ ചെയ്തത്. ഇവിടെ 28.5 ഇവിടെയുമുണ്ട്, 28.5 ഇവിടെയുമുണ്ട്. 28.5 അങ്ങോട്ട് പുറത്തെടുക്കുന്നു. ബാക്കി ഇവിടെ √3 മൈനസ് 1 ബൈ √3. √3 ഇവിടെ നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ഒരു ബൈ 1 ഇട്ട് കൊടുക്കാം. √3 ഇൻറ്റു √3, ഈ √3 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √3 ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ വെറും 3, അതായത് √9 ആവും. എൻ്റെ ആൻസർ 3 ആണ്. മൈനസ് 1 ഇൻറ്റു 1 ബൈ 1 ഇൻറ്റു √3. വീണ്ടും ഇത് അതേപോലെ തന്നെ എഴുതിയിരിക്കുന്നു. 28.5 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 ബൈ √3. നമ്മളിവിടെ ഈ ഡിനോമിനേറ്ററിലെ √3 കളയുവാനായി ഇവിടെയും ഒരു √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെയും ഒരു √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നോക്കാം. 28.5ഉം 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 57 എന്ന് കിട്ടും. പിന്നെ കൂടാതെ ഇവിടെ ഒരു √3 ഉണ്ടാവും. ഇനി താഴെ √3 ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ വെറും 3 ആണ്. ഓക്കെ, ഈ 3യും 57ഉം തമ്മിൽ കട്ട് ചെയ്തു പോകും. ഓക്കെ, 57നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 19 എന്ന് കിട്ടും. കൂടാതെ ഈ √3 ഉണ്ട്. അതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് FD ആണ് കിട്ടിയത്. FD തന്നെയാണ് ഡിസ്റ്റൻസ് ഹി വാക്ഡ്. ഒന്നുകൂടി എടുത്തെഴുതിയിരിക്കുന്നു. ഡിസ്റ്റൻസ് ഹി വാക്ഡ് ഈക്വൽ ടു 19 √3 മീറ്റർ.